Hello everybody, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിലോഗ് കൺസ്ട്രക്ട്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മോഡ്യൂൾസ് ആസ് വെൽ ആസ് ഓപ്പറേറ്റേഴ്സ് ഡേറ്റ ടൈപ്സ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. So let's get started with modules. A Verilog design describes a single system in a single file. ഒരു സി പ്രോഗ്രാമിംഗിൽ ഒരു ഫയൽ ഉള്ള പോലെ തന്നെ വെരിലോഗിൽ നമ്മൾ എന്താണ് കോഡെല്ലാം ഒരു ഫയലിലായിരിക്കും എഴുതാൻ പോകുന്നത്. ഒരു സിംഗിൾ ഫയലിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ സിസ്റ്റത്തെയാണ്. ഒരു ലോജിക് സിസ്റ്റത്തിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ബിഹേവിയർ എല്ലാം നമ്മൾ ഒരു സിംഗിൾ ഫയലിലായിരിക്കും നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു വെരിലോഗ് ഫയലിൻ്റെ ഒരു അനാറ്റമിയാണ്, ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സോ യു ക്യാൻ സി എക്സാമ്പിൾ .v. സോ വാട്ട് കുഡ് ബി ദ നെയിം ഓഫ് ദി ഫയൽ? എക്സാമ്പിൾ. ഓക്കെ, .v എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ ഒരു സി പ്രോഗ്രാമിൽ നമ്മൾ add.c എന്നൊക്കെ പറയുന്ന പോലെ example.v എന്ന് പറയുമ്പോൾ .v is the extension of the file. Okay, so you can see the file has a suffix .v. Within the file the system description is, see you can see, എന്നിട്ട് നമ്മൾ ഫയലിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഡിസൈൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ബിഹേവിയർ എല്ലാം നമ്മൾ എന്താണ് മൊഡ്യൂളിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. യു ക്യാൻ സി മൊഡ്യൂൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവും, ഇവിടെ എൻഡ് ആവും. ഈ മൊഡ്യൂളിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. യു ക്യാൻ സി ദ സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ഈസ് കണ്ടെയ്ൻഡ് വിതിൻ എ മൊഡ്യൂൾ. ഓക്കെ, ദി മൊഡ്യൂൾ ഇൻക്ലൂഡ്സ് ദി ഇൻ്റർഫേസ്. ഇനി മൊഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഒന്ന്, ഇൻ്റർഫേസ് ടു ദ സിസ്റ്റം. ദറ്റ് മീൻസ് എന്തൊക്കെ ഔട്ട്പുട്ട്. യു ക്യാൻ സി ഔട്ട്പുട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്, ഇൻപുട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്, റൈറ്റ്. ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബിഹേവിയർ. ഇതാണ് ആ ബിഹേവിയർ ഈ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ അതെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം, റൈറ്റ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പോകുന്നില്ല. സോ എങ്ങനെ ബിഹേവ് ചെയ്യണം, പിന്നെ എന്തൊക്കെ ഇൻ്റർഫേസ് ഉണ്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്, അതൊക്കെയാണ് മൊഡ്യൂളിൽ നമ്മൾ ടിപ്പിക്കലി കൊടുക്കുന്നത്. യു ക്യാൻ സി കീവേഡ് മോഡ്യൂൾസ് ആൻഡ് എൻ മൊഡ്യൂൾ, റൈറ്റ്. അതെന്താണ്? ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി സിസ്റ്റം ഡിസ്ക്രിപ്ഷനെ കാണിക്കുന്നതാണ്. നമ്മൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുത്ത് മൊഡ്യൂളിൻ്റെ പേര് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ എൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് അതിനെ ഫിനിഷ് ചെയ്യും. യു ക്യാൻ സി മൊഡ്യൂൾ, പിന്നെ മൊഡ്യൂളിൻ്റെ പേര്, പോർട്ട് ലിസ്റ്റ് ആൻഡ് പോർട്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ എന്താ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും. പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ USB പോർട്ട്, റൈറ്റ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള ഒരു പോയിന്റ് എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ ഏതൊക്കെ പോയിന്റ് ആണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതാണ് സി. ഇൻ ദ എക്സാമ്പിൾ യു ക്യാൻ സി വയർ എഫ്, ഇൻപുട്ട് വയർ A, B, C. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നമ്മൾ ഇത് നോക്കും. ഓൾറൈറ്റ്, സോ പോർട്ട് ലിസ്റ്റും പോർട്ട് ഡെഫിനേഷനും ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കും. നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന പോലെ അതേ സംഭവം തന്നെ, റൈറ്റ്. ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്, നമ്മുടെ മൊഡ്യൂൾ ഐറ്റംസ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, ആ സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ എഴുതിനു ശേഷം ദെൻ വി വിൽ എൻഡ് ഇറ്റ്. ഓക്കെ, ആ മൊഡ്യൂൾ എൻഡ് ആകുമ്പോഴത്തേക്ക് എൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. യു ക്യാൻ സി വെരിലോഗ് 2001 അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേർഷൻ ആണ്. ഓൾറൈറ്റ്, ശരി. നൗ ലെറ്റ്സ് try to understand what port definitions are. Okay, the first item within a module is its definition of the input and output. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ മൊഡ്യൂളിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും പോർട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യും. ഓൾറൈറ്റ്, ദെൻ ഈച്ച് പോർട്സ് നീഡ്സ് ടു ഹാവ് എ യൂസർ. ഓരോ പോർട്ടിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു യൂസർ ഡിഫൈൻ നെയിം, നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നോക്കും. പിന്നെന്തുണ്ടാവും? പിന്നെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? ഒരു ടൈപ്പ് ഉണ്ടാവും. സോ യൂസർ ഡിഫൈൻ നെയിം ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ദെൻ ഒരു ടൈപ്പ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. ദെൻ ദ യൂസർ ഡിഫൈൻ പോർട്ട് നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. എന്താണ് ഇത്? കേസ് സെൻസിറ്റീവ്. ദാറ്റ് മീൻസ് A ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ആൻഡ് മസ്റ്റ് ബിഗിൻ ആൻ ആൽഫബറ്റിക്കൽ ലെറ്റർ. ഇതെപ്പോഴും തുടങ്ങുന്നത് എന്തെങ്ങനെ ആയിരിക്കും? ഒരു ആൽഫബറ്റിക്കൽ ക്യാരക്ടർ വെച്ചിട്ടേ തുടങ്ങുള്ളൂ. നമ്പറോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്, നൗ the port directions are declared to be one of the 3 types. ഇനി പോർട്ട് ഡയറക്ഷൻ നമ്മളിവിടെ പറഞ്ഞല്ലോ, നമ്മൾ യൂസർ ഡിഫൈൻ നെയിം എങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഇൻ ഔട്ട്. ഈ 3 കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. A port can take on any of the previously described data types. ഓക്കെ, ആ പോർട്ടിൻ്റെ ടൈപ്പ് ഏത് ഡേറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ വയേഴ്സും രജിസ്റ്റേഴ്സും ഇൻറ്റീജേഴ്സ് ആണ് സിന്തസൈസബിൾ. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിയൽ ഫോമിലാക്കാം. നമ്മൾ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടിനെ ആ ഗേറ്റ്സ് ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നത് ഡേറ്റ ടൈപ്സ് ഇതൊക്കെയാണ്. വയേഴ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻറ്റീജേഴ്സ് ആണ്. ഇതിനെ മാത്രം നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും
കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ ടൈപ്സിൻ്റെ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പോർട്ടിൻ്റെ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വയേഴ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻറ്റീജേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ പോർട്ട് നെയിംസ് വിത്ത് ദ സെയിം ടൈപ്പ്, റൈറ്റ്, പോർട്ട് നെയിംസ് വിത്ത് ദ സെയിം ടൈപ്പ്. അതായത് സപ്പോസ് വയർ എന്ന് പറഞ്ഞാണ് സെയിം ടൈപ്പ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ഇൻപുട്ടും ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, 3 ഇതേപോലത്തെ പോർട്ട് നെയിംസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് കോമ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ കോമ വെച്ച് നമുക്ക് നമ്മൾ സി പ്രോഗ്രാമിലൊക്കെ ഇൻറ്റ് എ കോമ ബി കോമ സി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് ഒരേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ സമയത്തും ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി ചെയ്തതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കോമ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതാണ് ഈ പോയിന്റ് നമ്മളെ പറഞ്ഞു തരുന്നത്. ഓക്കെ, സി ഒരു സിസ്റ്റം ഇത് നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോയിന്റ്സ്, ഈ 4 പോയിന്റ്സും ഇവിടെ ക്ലിയർ ആവും. യു ക്യാൻ സി ഇതിൻ്റെ പേരെന്താണ്, സിസ്റ്റം 1. ഈ സിസ്റ്റത്തിൻ്റെ പേര് സിസ്റ്റം 1. ഈ മോഡ്യൂളിൻ്റെ പേര് സിസ്റ്റം 1 ആണ്. അതിൽ നമ്മൾ 3 പോർട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഏതൊക്കെ, യു ക്യാൻ സി എക്സ് വൈ സി. ഓക്കെ, സോ യൂസർ ഡിഫൈൻഡ് നെയിം നമ്മൾ കൊടുത്തു. യു ക്യാൻ സി ഈ സംഭവമാണ് നമ്മൾ നെയിം എന്താണ്, എക്സ് വൈ സി. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഇത് ഇൻപുട്ടാണ്, റൈറ്റ്. അതുപോലെ തന്നെ എഫ്, യു ക്യാൻ സി ഇതെന്താണ്, ഔട്ട്പുട്ടാണ്. ഓക്കെ, അതിൻ്റെ പേരെന്താണ്, എഫ് ആണ്. നൗ ഇതിൻ്റെ ടൈപ്പ് എന്താണ്, വയർ ആണ് ഇതിൻ്റെ ടൈപ്പ്. ഓക്കെ, രജിസ്റ്റർ ആവാം, പക്ഷേ ഇതിവിടെ നമ്മൾ വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റും, മൊഡ്യൂൾ സിസ്റ്റം 1, മൊഡ്യൂളിൻ്റെ പേര്. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഔട്ട്പുട്ടാണ് ഡയറക്ഷൻ. യു ക്യാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്പ്, ഡയറക്ഷൻ, ടൈപ്പ്, നെയിം. ഓക്കെ, യൂസർ ഡിഫൈൻഡ് നെയിം. നമുക്കറിയാം ഇത് എപ്പോഴും ആൽഫബറ്റിക്കൽ ക്യാരക്ടറിലാണ് സ്റ്റാർട്ട് ആവുക, റൈറ്റ്. അത് നമ്മൾ എഴുതി. അതുപോലെ എന്താണ്, ഇൻപുട്ട്, ഡയറക്ഷൻ, ടൈപ്പ്, യു ക്യാൻ സി എക്സ് കോമ വൈ കോമ സി. എക്സ് എന്താണ്, ഇൻപുട്ട് പോർട്ടാണ്. സോ ഈ പോയിന്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. യു ക്യാൻ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന് എഴുതാൻ പറ്റും. ബിക്കോസ് ഡയറക്ഷൻ സെയിം ആണ്, ടൈപ്പ് സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് പോർട്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം എഴുതി. സോ മോഡ്യൂളിൻ്റെ പേര് ബ്രാക്കറ്റിൽ പോർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ പോർട്ടിൻ്റെ കാര്യം നമ്മളവിടെ മെൻഷൻ ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മോഡ്യൂളിൻ്റെ ഐറ്റംസ് കൊടുക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ ബിഹേവിയർ, എങ്ങനെ അത് ബിഹേവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കും. ദെൻ വി വിൽ എൻഡ് ദിസ്. എൻഡ് മോഡ്യൂൾ വെച്ച് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ദിസ് ഇസ് ദ സിസ്റ്റം 2. മോഡ്യൂളിൻ്റെ പേരെന്താണ്, സിസ്റ്റം 2. 32 ബിറ്റിൻ്റെ എന്തുണ്ട്, ഒരു പോർട്ടുണ്ട്. അത് ഇൻപുട്ട് ഇൻ നേച്ചർ, അതിൻ്റെ പേരെന്താണ്, ബസ് ഇൻ. അതുപോലെ ഔട്ട്പുട്ട് എന്ന നിലയിൽ നമ്മൾ എന്താണ്, ബസ് ഔട്ട് എന്ന അതിൻ്റെ പേര്. നൗ ഇൻപുട്ടിൻ്റെ ടൈപ്പ് വയർ ആണ്, റൈറ്റ്. സോ ദിസ് ഇസ് വയർ ആൻഡ് ദിസ് ഇസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മോഡ്യൂൾ സിസ്റ്റം 2 ബ്രാക്കറ്റിൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്ഷൻ, പുറത്തോട്ട് പോവാണ്. ദെൻ ടൈപ്പ് എന്താണ്, രജിസ്റ്റർ ആണ്. പേരെന്താണ്, യൂസർ ഡിഫൈൻഡ് ബസ് അണ്ടർസ്കോർ ഔട്ട്, റൈറ്റ്. ഇത് ബേസിക്കലി എന്താണ്, ഒരു വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് MSB ഇൻഡെക്സ് 31 to 0, ദാറ്റ് മീൻസ് ടോട്ടൽ 32 ബിറ്റ്സ്. സോ ഇത് MSB ഇൻഡെക്സ് ആണ്, ഇത് LSB ഇൻഡെക്സ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇത് കവർ ചെയ്തിരുന്നു. ദെൻ ഇൻപുട്ട്, ഡയറക്ഷൻ, ടൈപ്പ് വയറാണ്, പേര് ബസ് അണ്ടർസ്കോർ ഇൻ. ഇതിൻ്റെ വെക്ടർ എന്താണ്, MSB 31 ഇൻഡെക്സ് ആണ് ആൻഡ് LSB 0 ഇൻഡെക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അവിടെ വെച്ചത് നമ്മൾ സെമിക്കോളൻ വെച്ച് ക്ലോസ് ചെയ്തു, റൈറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മൊഡ്യൂളിൻ്റെ ഐറ്റംസ് ഇവിടെ എഴുതും, അതിൻ്റെ ഉള്ളിൽ എഴുതും. ദെൻ ആഫ്റ്റർ റൈറ്റിംഗ് ഇറ്റ് വി വിൽ ജസ്റ്റ് എൻഡ് ദ മൊഡ്യൂൾ. ഓൾ റൈറ്റ്, നൗ ഇതായിരുന്നു പോർട്ട് ഡെഫിനേഷനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ. നൗ ലെറ്റ് us കം ടു ദി നെക്സ്റ്റ് തിങ്, സിഗ്നൽ ഡിക്ലറേഷൻ. നമ്മൾ ഓരോ പോർട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്ന പോലെ തന്നെ സിഗ്നൽസിനെയും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, റൈറ്റ്. സിഗ്നൽസ് നമ്മൾ വിചാരിക്കുന്ന അതേ സിഗ്നൽ തന്നെ, റൈറ്റ്. നമ്മൾ ഒരു പോർട്ടിൽ നിന്നും പോകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഇലക്ട്രോണിക് സിഗ്നൽസ്, റൈറ്റ്. അതിനെയാണ് നമ്മൾ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. എ സിഗ്നൽ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇന്റേർണൽ കണക്ഷൻസ് within a system is declared within the module
ബിഫോർ ഇറ്റ്സ് ഫസ്റ്റ് യൂസ്. അപ്പോൾ സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൊഡ്യൂളിൽ നമ്മൾ ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും നമുക്ക്, റൈറ്റ്? എന്തിനു വേണ്ടിയാണ് സിഗ്നൽസ് ഉള്ളത്? ഇന്റേണൽ കണക്ഷൻസിന് വേണ്ടി, റൈറ്റ്? സോ വിതിൻ എ സിസ്റ്റം അത് ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്യും, റൈറ്റ്? വിതിൻ ദ മോഡ്യൂളിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ യൂസിന് മുമ്പ് തന്നെ, റൈറ്റ്? സോ ഏതൊക്കെ സിഗ്നൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതും നമ്മൾ എന്ത് ചെയ്യും? മൊഡ്യൂളിൽ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്ത് വെക്കും. അതാണ് ഈ പോയിന്റ് നമ്മളെ കാണിക്കുന്നത്. Now, second point, each signal must be declared by listing its type followed by a user defined name. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ നോക്കും. എങ്ങനെയാണ്? ഡിക്ലെയർഡ് ബൈ ലിസ്റ്റിംഗ് ഇറ്റ്സ് ടൈപ്പ്. അതിൻ്റെ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യും, അതിനുശേഷം അതിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ. തേർഡ് പോയിന്റ്, സിഗ്നൽ നെയിംസ് ഓഫ് ലൈക്ക് ടൈപ്പ് നെയിം. നേരത്തെ പറഞ്ഞ പോലെ ഒരേ ടൈപ്പിലുള്ള സിഗ്നൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് സിഗ്നൽസിനെ കോമ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ. Now, all of the legal data types described above can be used for signal. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സിഗ്നൽസും നമ്മളെല്ലാ ടൈപ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താണ്? നെറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് നമ്മൾ പഠിച്ചിരുന്നു, ഡേറ്റ ടൈപ്പ്, രജിസ്റ്റർ ആൻഡ് ഇൻറ്റീജർ മാത്രമാണ് നമ്മൾ സിഗ്നൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, കാരണം അതിന് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. നൗ നമുക്ക് അതിൻ്റെ സിൻടാക്സ് നോക്കാം. എങ്ങനെയായിരുന്നു? ടൈപ്പ് ദെൻ ഫോളോഡ് ബൈ നെയിം. ഓൾറൈറ്റ്, അതാണ് നമ്മളിവിടെ കണ്ടത്. ദെൻ എക്സാമ്പിൾ സി, വയർ നോഡൽ. സോ ടൈപ്പ് എന്താണ്? വയർ ആണ്. നമ്മൾ എന്ത് ചെയ്തു? നോഡൽ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. നൗ ഇറ്റ്സ് ഡിക്ലെയർസ് എ സിഗ്നൽ നെയിംഡ് നോഡൽ ഓഫ് ടൈപ്പ് വയർ. അതുപോലെ ടൈപ്പ് രജിസ്റ്റർ Q2, Q1, Q0 declares 3 signals named Q2, Q1 and Q0, all of type registers. Now, അതുപോലെ you can see type wire ആണ്. നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു വെക്ടർ 64 ബിറ്റിൻ്റെ ഒരു വെക്ടർ, ദാറ്റ് മീൻസ് MSB 63 ആൻഡ് LSB 0 ഇൻഡെക്സിലുള്ള അതിൻ്റെ പേരെന്താണ്? bus 1. All bits you can say declare a 64-bit vector named bus 1 with all bits of type wire. ഇതിനകത്തുള്ള എല്ലാ ബിറ്റ്സും, ഇതിനകത്ത് 64 ബിറ്റ്സ് ഉണ്ട്, എല്ലാ ബിറ്റ്സും വയർ ആയിരിക്കും അതിൻ്റെ ടൈപ്പ്. Now integer I, J ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ടു integer called ing, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. ഓൾറൈറ്റ്, ഇനി അടുത്തതായിട്ട് പാരാമീറ്റർ ഡിക്ലറേഷൻസ്. ഓക്കെ. പാരാമീറ്റർ ഓർ കോൺസ്റ്റന്റ് ഈസ് യൂസ്ഫുൾ ഫോർ റീപ്രസെൻറ്റിംഗ് എ ക്വാണ്ടിറ്റീനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് വിൽ ബി യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻ ദി ആർക്കിടെക്ചർ. ഒരു ആർക്കിടെക്ചറിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി, സപ്പോസ് 63 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ, അത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ 63 എപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഒരു വേരിയബിൾ അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ ദാറ്റ് വിൽ ബി യൂസ്ഡ് കോൺസ്റ്റന്റ് ടൈം. ഓക്കെ. സോ അതിനുവേണ്ടിയാണ് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് എങ്ങനെയായിരിക്കും? പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യും, ടൈപ്പ് മെൻഷൻ ചെയ്യും, ടൈപ്പ് ഓപ്ഷണലാണ്. ഓക്കെ. നൗ കോൺസ്റ്റന്റ് അതിൻ്റെ നെയിം നമ്മൾ മെൻഷൻ ചെയ്യും, പിന്നെ വാല്യൂ മെൻഷൻ ചെയ്യും. ഓക്കെ. സോ ടൈപ്പ് ഈസ് ഓപ്ഷണൽ. യു ക്യാൻ സി ടൈപ്പ് ഈസ് ഓപ്ഷണൽ ആൻഡ് ക്യാൻ ഓൺലി ബി ഇൻറ്റീജേഴ്സ്, ടൈം, റിയൽ ഓർ റിയൽ ടൈം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മളിങ്ങനെ പറയുകയാണ് പാരാമീറ്റർ. ഓക്കെ, പാരാമീറ്റർ നമ്മൾ എഴുതി, ദിസ് ഇസ് പാരാമീറ്റർ. ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. കോൺസ്റ്റന്റ് പേര് ഇസ് വാട്ട്? ബസ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 64. ഇതിൻ്റെ അർത്ഥം എന്താണ്? 64 എന്ന് പറയുന്നത്, 64 നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് 64 ഇസ് ആൻ ഇൻറ്റീജർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്താണ്? ബസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 64. സോ എവിടേക്ക് നമുക്ക് 64 വേണോ, വി വിൽ ജസ്റ്റ് യൂസ് ബസ് വിഡ്ത്ത്. ഓക്കെ, ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അടുത്ത യു ക്യാൻ സി പാരാമീറ്റർ, ദെൻ പേരെന്താണ്? നിക്കൽ. ഇവിടെ നമ്മൾ ടൈപ്പ് മെൻഷൻ ചെയ്തിട്ടില്ല, ടൈപ്പ് ഓപ്ഷണൽ ആയതുകൊണ്ട്. യു ക്യാൻ സി 8 എന്ന് പറയുന്നത് 8 ബിറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് ബിറ്റ്സ്. ബി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബൈനറി, അതുകൊണ്ടാണ് ബി എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ യു ക്യാൻ സി 000001. ഇവിടെ അണ്ടർസ്കോർ റീഡബിലിറ്റി പർപ്പസിന് വേണ്ടിയാണ്, റൈറ്റ്? റീഡബിലിറ്റി പ്രോപ്പറായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നത്. സോ 010. സോ യു ക്യാൻ സി ദിസ് ഹോൾ തിങ് ഇസ് വാട്ട്? 8 ബിറ്റിൽ നമ്മൾ എന്താണ്? 0101 എന്ന് പറയുമ്പോൾ ഇത് 5 ആണ്. നമ്മൾ ഡെസിമൽ നോക്കുവാണെങ്കിൽ ഇത് 5 ആണ്. സോ പാരാമീറ്റർ നിക്കൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? നിക്കൽ സ്റ്റോർസ് വാട്ട്? 5, റൈറ്റ്? 5 ബൈനറി നമ്പറിൽ സ്റ്റോർ ചെയ്യുവാണ്, ബൈനറി ഫോമിൽ. ഓക്കെ, സോ വെറെവർ യു നീഡ് ബൈനറി ഫോം ഓഫ് 5, വാട്ട് യു വിൽ യൂസ്? നിക്കൽ യൂസ് ചെയ്യും, റൈറ്റ്? സോ ഇതാണ് പാരാമീറ്റർ ഡിക്ലറേഷൻസ്. ഓൾ റൈറ്റ്, അടുത്ത നമുക്ക് കമ്പൈലർ ഡയറക്റ്റീവ്സ്.
Compiler directives provide additional information to the simulation tool on how to interpret the Verilog model. Alright. അപ്പോൾ ഡെഫിനേഷൻ മൊഡ്യൂളിൻ്റെ ഡെഫിനേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? കമ്പൈലർ ഡയറക്റ്റ് യൂസ് ചെയ്യും. റൈറ്റ്. സോ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഹാഷ് ഡിഫൈൻ എന്നൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ? എന്നിട്ട് നമ്മൾ മാക്സ് എന്നൊക്കെ പണ്ടിങ്ങനെ കൊടുക്കുമായിരുന്നു. ഇതെന്തായിരുന്നു? ഇതൊരു നമ്മുടെ മെയിൻ തുടങ്ങുന്നതിന് പ്രീ പ്രോസസ്സർ ഡയറക്റ്റ് നമ്മൾ പറയുമായിരുന്നു. അതുപോലെ ഇവിടെ കമ്പൈലർ ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൊഡ്യൂൾസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ സിമുലേഷൻ ടൂളിന് എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് നേരത്തെ തന്നെ കൊടുക്കാൻ പറ്റും. അത് യൂസിങ് കമ്പൈലർ ഡയറക്റ്റീവ്. So you can see it is placed before the module definition and is preceded by a backtick. Backtick എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് റൈറ്റ്. ഇപ്പോൾ ടൈം സ്കെയിൽ ഇങ്ങനെയാണെങ്കിൽ ടൈം സ്കെയിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ബാക്ടിക്. ഓക്കെ, സോ യു ക്യാൻ സി എക്സാമ്പിൾസ്, 3 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഇസ് ടൈം സ്കെയിൽ. ഇതൊരു കമ്പൈലർ ഡയറക്റ്റീവ് ആണ്. നമ്മൾ അതിന് യൂണിറ്റ് കൊടുക്കും, പ്രിസിഷൻ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫൈൻസ് എ ടൈം സ്കെയിൽ ഓഫ് ദ ഡിലേ യൂണിറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു ലോജിക് സിസ്റ്റത്തിൽ എന്തുണ്ടാവും? ഒരു ഡിലേ യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഡിലേ യൂണിറ്റിന്റെ യൂണിറ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം എന്താണ്. അതുപോലെ തന്നെ ബാക്ടിക് ഇൻക്ലൂഡ് ഫയൽ നെയിം, ഏതെങ്കിലും ഒരു അഡീഷണൽ ഫയൽസ് നമുക്ക് വേണം, അത് നമുക്ക് ഇങ്ങനെ ബാക്ടിക് ഇൻക്ലൂഡ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്. നൗ ബാക്ടിക് ഡിഫൈൻഡ് മാക്രോ നെയിം വാല്യൂ. നമുക്ക് ഇത് നമ്മൾ സി പ്രോഗ്രാമിൽ ഇത് യൂസ് ചെയ്യത്തില്ലേ, ഹാഷ് ഡിഫൈൻ, അതേ എക്സാക്ട് ഫംഗ്ഷനാലിറ്റി ആണ് ഇവിടെ ബാക്ടിക് ഡിഫൈനുള്ള. എന്തെങ്കിലും നമുക്കൊരു ഗ്ലോബൽ ആയിട്ടുള്ള കോൺസ്റ്റന്റ് എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ കോൺസ്റ്റന്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ യു ക്യാൻ ഡിക്ലെയർ ഇറ്റ് യൂസിങ് ബാക്ടിക് ഡിഫൈൻ. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ക്യാൻ സി ബാക്ടിക് ടൈം സ്കെയിൽ 1 നാനോസെക്കൻഡ്. സോ 1 നാനോസെക്കൻഡ് ആണ് ഇതിന്റെ നമ്മുടെ യൂണിറ്റ് ആൻഡ് പ്രിസിഷൻ എന്താണ്? 1 PS ആണ്. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് ടൈം ഡിലേ നമ്മൾ മെഷർ ചെയ്യുന്നത് നാനോ സെക്കൻഡിലായിരിക്കും. അതിന്റെ പ്രിസിഷൻ എന്താണ്? 1 പിക്കോ സെക്കൻഡ് ആയിരിക്കും. സപ്പോസ് ഞാൻ 0.001 എന്ന് പറയുവാണെങ്കിൽ ഇതിന്റെ ഡിലേ എന്താണ്? ഇത്രയും നാനോ സെക്കൻഡ്സ് ആണ്, 0.01 നാനോ സെക്കൻഡ്സ്. ബേസിക്കലി ഇതെന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് 1 പിക്കോ സെക്കൻഡ്. റൈറ്റ്. സോ 0.01 നാനോ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 1 പിക്കോ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ 1 നാനോ സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും 10⁻³ പിക്കോ സെക്കൻഡ്സ് ആണ്. ഓക്കെ, റിവേഴ്സ് നമ്മൾ എഴുതുവാണെങ്കിൽ. റൈറ്റ്. സോ ഡിലേ നമ്മൾ മെഷർ ചെയ്യുന്നത് നാനോ സെക്കൻഡിലായിരിക്കും. പ്രിസിഷൻ നമ്മൾ നോക്കുന്നത് 1 പിക്കോ സെക്കൻഡ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, വിത്ത് ദിസ് ഡയറക്റ്റീവ് നമ്പർ 0.01 വുഡ് ബി ഇന്റർപ്രിറ്റഡ് ആസ് വാട്ട്? 0.01 നാനോ സെക്കൻഡ് അല്ലെങ്കിൽ 1 പിക്കോ സെക്കൻഡ്. ഇനി 0.01 താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിലേ 0.01 താഴെ, റൈറ്റ്. സോ സപ്പോസ് 0.00001 അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? പ്രിസിഷൻ, അതിന്റെ ചെറിയ ചെറിയ പ്രിസിഷൻസ് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ്? പിക്കോ സെക്കൻഡ്സിലാണ്. സോ 0.01 നാനോ സെക്കൻഡ് വന്നാൽ 1 പിക്കോ സെക്കൻഡ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കി സി പ്രിസിഷൻ എന്താണ്? 1 പിക്കോ സെക്കൻഡ് മിനിമം വേണം. റൈറ്റ്. അതിനേക്കാളും ഡിലേ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് അളക്കാൻ പറ്റത്തില്ല ഇൻ പിക്കോ സെക്കൻഡ്. സോ നമ്മൾ എന്ത് പറയും? അതിന്റെ വാല്യൂ 0 ആണെന്ന് പറയും. റൈറ്റ്. ബിക്കോസ് സിൻസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദി മിനിമം പ്രിസിഷൻ വാല്യൂ. ഓൾറൈറ്റ്. ഓക്കെ, നൗ ലെറ്റ് us come to Verilog operators. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കാര്യം അസൈൻമെന്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് തവണ അത് കണ്ടിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ അസൈൻമെന്റ് ഓപ്പറേറ്റർ നമുക്കറിയാം, ഇറ്റ് യൂസസ് ദ ഈക്വൽ സിഗ്നൽ ടു ഡിനോട്ട് ആൻ അസൈൻമെന്റ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി അസൈൻമെന്റ് ഇസ് ദി ടാർഗറ്റ് സിഗ്നൽ. നമ്മൾ എന്താണ് നമ്മുടെ ടാർഗറ്റ് സിഗ്നൽ? അതെന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, LHSലായിരിക്കും. Then right hand side contains the input argument. എന്ത് ടൈപ്പ് ഓഫ് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് അത് RHSലായിരിക്കും മെൻഷൻഡ് ആയിരിക്കുന്നത്. റൈറ്റ്. സപ്പോസ് A is equal to 5 എന്ന് പറഞ്ഞ പോലെ തന്നെ, റൈറ്റ്, A എന്തായിരിക്കും? ടാർഗറ്റ് ആണ്. എന്ത് വാല്യൂ ആണോ അത് RHSലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാൻ കണ്ടെയ്ൻ ബോത്ത് സിഗ്നൽസ്, കോൺസ്റ്റൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ദാറ്റ് മീൻസ് RHSൽ എന്താണ്? സിഗ്നൽസും വരാം, കോൺസ്റ്റൻസ് വരാം, ഓപ്പറേറ്റേഴ്സ് വരാം. ഓൾറൈറ്റ്. Example, you can see F1 is equal to A. F1 is assigned the signal. A എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ എന്ത് ചെയ്തു? F1 ലോട്ട് അസൈൻ ചെയ്തു. അതുപോലെ you can see F2 ലോട്ട് നമ്മൾ എന്താ അസൈൻ ചെയ്തു? 8. You can see ബാക്ടിക്കിനെ HAA. ഇതിന്റെ അർത്ഥം എന്താണ്? 8 ബിറ്റ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഹെക്സാഡെസിമൽ AA.
എ എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂവിനെ നമ്മൾ ബൈനറി ആയിട്ട് F2 സ്റ്റോർ ചെയ്യണം. സോ എ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇസ് വാട്ട്? 1010 ഇൻ ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമലിന്റെ എ എന്ന് പറഞ്ഞാൽ അതിന്റെ ബൈനറി എന്താണ്? 1010. അതുപോലെ വീണ്ടും ഒരു എ വരുമ്പോഴത്തേക്കും 1010. അപ്പോൾ എന്ത് ചെയ്യണം? 8 ബിറ്റിൽ റിപ്രസെന്റ് ചെയ്യണം. സോ 1010 വുഡ് ബി സ്റ്റോർഡ് ഇൻ F2. ഓക്കെ. നൗ അടുത്തത് കണ്ടിന്യൂസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇത് പറയുമ്പോൾ Verilog uses the keyword assign to denote a continuous signal assignment. There is a difference between continuous assignment operator and assignment operator. നമുക്ക് നോക്കാം. ആഫ്റ്റർ നമ്മൾ ഈ കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ കണ്ടിന്യൂസ് സിഗ്നൽ അസൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, an assignment is made using the equal to symbol, right? After this keyword, an assignment is made using the equals. നമുക്ക് നോക്കാം. So the left hand side of the assignment is the target signal and must be a net type. The right hand, അപ്പോൾ LHS എന്തായിരിക്കും? നെറ്റ് ആയിരിക്കും, നെറ്റിന്റെ ടൈപ്പിലായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? കണ്ടെയ്ൻസ് ദി ഇൻപുട്ട് ആർഗ്യുമെന്റ് ആൻഡ് കണ്ടെയ്ൻ നെറ്റ് ആവാം, രജിസ്റ്റേഴ്സ് ആവാം, കോൺസ്റ്റൻസ് ആവാം, ഓപ്പറേറ്റേഴ്സ് ആവാം. ഓക്കെ. So any change to the RHS of the expression will result in an update to the അപ്പോൾ എന്താണ് ബേസിക്കലി കണ്ടിന്യൂസ് അസൈൻമെന്റ്? കണ്ടിന്യൂസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടിന്യൂസ്ലി വാല്യൂ മാറിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അത് LHSലോട്ട് റിഫ്ലക്ട് ചെയ്യും, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നെറ്റ്, രജിസ്റ്റേഴ്സ്, കോൺസ്റ്റന്റ്, ഓപ്പറേറ്റേഴ്സ് പോലത്തെ എന്താണ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. അത് മാറിക്കൊണ്ടേ ഇരിക്കുവാന്ന് വിചാരിച്ചു. അപ്പോൾ അത് LHSലും റിഫ്ലക്ട് ചെയ്യും, റൈറ്റ്? സപ്പോസ് എ എന്ന് പറയുന്നത് സോ ഇസ് ഈക്വൽ ടു സം ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ സം നെറ്റ് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, റൈറ്റ്? ഇത് എപ്പോഴും മാറി. സപ്പോസ് 5 ആയിരുന്നു, ദെൻ ഇറ്റ് ബിക്കെയിം 10, ദെൻ ഇറ്റ് ബിക്കെയിം 15. സോ എന്താണ്, ഇത് മാറും. ഇതും താനെ അതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ അവിടെ നിന്ന് പിന്നെ മാറത്തില്ല. കണ്ടിന്യൂസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് ചേഞ്ചസ് LHSലും അതിന്റെ ചേഞ്ച് റിഫ്ലക്റ്റ് ആവും. എനി ചേഞ്ച് ടു ദി RHS ഓഫ് ദ എക്സ്പ്രഷൻ വിൽ റിസൾട്ട് ഇൻ ആൻ അപ്ഡേറ്റ് ടു ദി LHS ടാർഗറ്റ് നെറ്റ്. അതാണ് ഈ കണ്ടിന്യൂസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. അസൈൻ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കും, ദെൻ F1 ഈസ് ഈക്വൽ ടു A, റൈറ്റ്? ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേർഷൻ നമ്മൾ ഇവിടെ നോക്കുവാണ്. സോ F1 ഈസ് അപ്ഡേറ്റഡ് എനി ടൈം A ചേഞ്ചസ്. അപ്പൊ A മാറുമ്പോൾ ഒക്കെയും F1 അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. A സിഗ്നൽ ആണ്, സപ്പോസ് A ഒരു സിഗ്നൽ ആണ്, ആ സിഗ്നൽ മാറും തോറും എന്താണ്, F1 മാറിക്കൊണ്ടേ ഇരിക്കും, റൈറ്റ്? അതുപോലെ തന്നെ F2 ഈ 1B0 യു ക്യാൻ സി. അപ്പോൾ ഈ വാല്യൂ 0 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. അതും 0 1 മാറുവാണെങ്കിൽ F2ഉം അതേപോലെ തന്നെ മാറും, റൈറ്റ്? സിമിലർലി F3 ഓൾസോ. എല്ലാ ഇൻഫർമേഷൻസും എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ് മാറും തോറും അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് കണ്ടിന്യൂസ് അസൈൻമെന്റ് ഓപ്പറേഷൻ. ഓക്കെ. നൗ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. എന്താണ്? ഓപ്പറേറ്റേഴ്സ് പെർഫോം ലോജിക് ഫങ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ ബിറ്റ്സ്. നമുക്കറിയാം 1010 നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും, 00011 00011. അതുപോലെ തന്നെ സോ ദ ഇൻപുട്ട് ടു ദി ഓപ്പറേഷൻ ആർ സിംഗിൾ ബിറ്റ്സ് ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് എ സിംഗിൾ ബിറ്റ്. ഓരോ ബിറ്റ് നമ്മൾ കൊടുക്കുന്നു, അതിന്റെ ബിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയുന്നു. ഓൾറൈറ്റ്. In the case where the inputs are vector, each bit in the first vector, so എന്താണ്, സപ്പോസ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ വെക്ടേഴ്സ് കൊടുക്കുക. സപ്പോസ് ഇത് ഒരു വെക്ടർ ആണ്, ഇതൊരു വെക്ടർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഇൻഡെക്സിലുള്ള എന്താണ് ബിറ്റ്സിനെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ ചെയ്തിട്ട് ആൻസർ പറയും. ഓൾറൈറ്റ്. So in the case where the inputs are vectors, each bit in the first vector is operated on by the bit in the same position from the second vector. Alright. Now, if the vectors are not the same length, any vector, suppose ഒരു vector 1010 ആണ്, മറ്റേ vector just 1 ആണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലീഡിംഗ് പാർട്ടിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സീറോസ് ആഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If the vectors are not the same length, the shorter vector is padded with leading zeros to make both lengths equal. It's quite trivial. Okay. Then എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്? നെഗേഷൻ ഉണ്ട്, നമുക്കറിയാം, ആൻഡ്, ഓർ, XOR, XNOR. Then logical shift left. Logical shift left എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. സപ്പോസ് 1010 നമ്മൾ ലോജിക്കലി ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും, യു ക്യാൻ സി 0 ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയി, 1 ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയി, ദെൻ 0 ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയി, ദെൻ എന്താണ് LSB ഇവിടെ എന്തായിരിക്കും 0 വെച്ച് നമ്മൾ ആഡ് ചെയ്യും. സോ 1010 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 0, forget about this, 0 1 0 0. Alright. അതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റും, റൈറ്റ്. സോ ഇത് ഓക്കെ.
റിഡക്ഷൻ ലോജിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, റിഡക്ഷൻ ലോജിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Now, reduction logic operator is one that uses each bit of a vector as individual inputs into a logic operation and produces a single bit output. ഒന്നുമില്ല, നമ്മൾ എന്താണ് ഇൻപുട്ട് നമ്മൾ സപ്പോസ് കൊടുക്കുവാണ് 1010. സപ്പോസ് ദിസ് ഇസ് മൈ ഇൻപുട്ട് എ. അപ്പൊ റിഡക്ഷൻ ലോജിക് എന്താ ചെയ്യുന്നറിയോ? എന്നിട്ട് പറയാണ് ഐ നീഡ് ടു പെർഫോം ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഇവ തമ്മിൽ എന്ത് ചെയ്യും? ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യും. 10 എന്താണ്? 0. ആൻഡ് 01 എന്തായിരിക്കും? 0. ആൻഡ് 00 എന്തായിരിക്കും? 0. സോ എന്തായിരിക്കും? 0. റൈറ്റ്, അതാണ് പറയുന്നത്. സോ എന്താണ്? ഇറ്റ് യൂസസ് ഈച്ച് ബിറ്റ് ഓഫ് എ വെക്ടർ ആസ് ഇൻഡിവിജ്വൽ ഇൻപുട്സ്. ഈച്ച് ബിറ്റ് ഓഫ് വെക്ടർ ആസ് ഇൻഡിവിജ്വൽ ഇൻടു എ ലോജിക്കൽ ഓപ്പറേഷൻ ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ ബിറ്റ് ഔട്ട്പുട്ട്. സോ ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് കിട്ടും? എനിക്ക് ഒരു സിംഗിൾ ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും. സപ്പോസ് 111001. ഇതാണ് എൻ്റെ വെക്ടർ. ഇത് MSB, ഇത് LSB. അപ്പോൾ ഞാൻ റിഡക്ഷൻ ലോജിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ് ഓർ. അപ്പോൾ ഞാനിത് 1 എന്ത് ചെയ്തു? തമ്മിൽ ഓപ്പറേറ്റ് ചെയ്തു. 1 ആയിരിക്കും ആൻസർ കിട്ടുക. 1 or 1 അഗെയിൻ 1 കിട്ടി. 1 or 0 അഗെയിൻ 1 കിട്ടി. 1 or 1 കിട്ടി. 1 or 0 1 കിട്ടി. 1 or 1 എന്ത് കിട്ടി? 1 കിട്ടി. ഓൾറൈറ്റ്, സോ സിംഗിൾ ബിറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടാം. ദിസ് ഇസ് റിഡക്ഷൻ ലോജിക് ഓപ്പറേറ്റേഴ്സ്. സോ അഗൈൻ ഇവിടെ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും, നാൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ സിൻടെക്സ് ഇങ്ങനെയാണ്. നാൻഡ് ഓപ്പറേഷൻ സിൻടെക്സ് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓർ ബിറ്റ് യൂസ് ചെയ്യാൻ പറ്റും, നോർ ബിറ്റ്സ് എല്ലാ നോർ ഓപ്പറേഷൻ എല്ലാ ബിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും, XOR ആൻഡ് XNOR നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ എക്സാമ്പിൾ യു ക്യാൻ സി. ഓൾറൈറ്റ്, സോ ആൻഡ് X ആൻഡ് ഓൾ ബിറ്റ്സ് ഇൻ വെക്ടർ X ടുഗദർ. ഇത് സെയിം സംഭവം തന്നെ. എന്ത് ചെയ്യും? നാൻഡ് ഓൾ ബിറ്റ്സ് ഇൻ ദ വെക്ടർ X. റൈറ്റ്, നമ്മളിപ്പോൾ ആൻഡ് X എന്ന് കൊടുക്കുവാണെങ്കിൽ X എന്ന് പറയുന്ന ഒരു വെക്ടറാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൊരു വാല്യൂ ഉണ്ടാവും. സപ്പോസ് 1010 ആണെങ്കിൽ ഈ എല്ലാ ബിറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നാൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ നാൻഡ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യും. ഓർ ഓപ്പറേഷൻ ആണ് ഓർ ഓപ്പറേഷൻ ഇവിടെ നടക്കും. അതുപോലെയാണ് എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. സോ റിഡക്ഷൻ ലോജിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻപുട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് നമുക്ക് സിംഗിൾ ബിറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. Now, the next one is Boolean logic operator. Boolean logic operator നമുക്കറിയാം നന്നായിട്ട്. It is one that returns a value true അല്ലെങ്കിൽ false based on a logical operation of the input operation. ഇൻപുട്ടിൽ നമ്മൾ എന്താണ് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് അത് റിട്ടേൺ ചെയ്യും. എന്തൊക്കെയാണ് സിൻടാക്സ്? എങ്ങനെയാണ്? നെഗേഷൻ്റെ സിൻടാക്സ്, ആൻഡിൻ്റെ സിൻടാക്സ്, ഓറിൻ്റെ സിൻടാക്സ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിങ്ങനെ നോട്ട് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ട്രൂ ഇഫ് ഓൾ വാല്യൂസ് ഇൻ എക്സ് ആർ 0. അപ്പോൾ എക്സിൽ എല്ലാ വാല്യൂസും 0 ആണെങ്കിൽ നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അത് ഇങ്ങനത്തെ സിറ്റുവേഷൻ അല്ല എങ്കിൽ എന്തായിരിക്കും? ഇത് ഫോൾസ് ആയിരിക്കും. അതുപോലെ എക്സ് ആൻഡ് വൈ, ട്രൂ ഇഫ് ദി ബിറ്റ് വൈസ് ആൻഡ് ഓഫ് എക്സ് ആൻഡ് വൈ റിസൾട്ട് ഇൻ ഓൾ വൺസ്. റൈറ്റ്, സോ എക്സ് എന്ന് പറയുന്നത് സപ്പോസ് 1010 ആണ് ആൻഡ് വൈ എന്ന് പറയുന്നത് 1010 ആണെങ്കിൽ എന്തായിരിക്കും? 0101. ഇപ്പൊ നോക്കി, ഇത് എല്ലാം വൺസ് ആണോ? അല്ല. ഇപ്പൊ എല്ലാം 1 അല്ല എങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. എല്ലാം 1 വരുവാണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, അതുപോലെ തന്നെ XOR Y, എക്സും വൈയിലും നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം എല്ലാം നമുക്ക് 1 കിട്ടുവാണെങ്കിൽ ട്രൂ, അല്ല എങ്കിൽ ഫോൾസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. സപ്പോസ് 1111 ഓർ ചെയ്യുവാണെങ്കിൽ 1111 നമുക്ക് കിട്ടി. നൗ ദിസ് ഈസ് ട്രൂ. ഓക്കെ, similarly relational operators. Relational operator is one that returns a value of true or false based on comparison of two inputs. രണ്ട് ഇൻപുട്സിനെ കമ്പയർ ചെയ്തിട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യുന്നതാണ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് നോക്കാം. യു ക്യാൻ സി ഈക്വാലിറ്റി, നോട്ട് ഈക്വൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങളാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. സി എക്സ് ഈക്വൽ ടു വൈ, എക്സും വൈയും രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താണ്? സി ട്രൂ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, അല്ല എങ്കിൽ എന്തായിരിക്കും? സോ ഇത് കണ്ടീഷൻ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ്? 1 റിട്ടേൺ ചെയ്യും, അല്ല എങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അതുപോലെ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സും വൈയും നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. എക്സ് വൈനേക്കാളും ചെറുതാണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഗ്രേറ്റർ ദാൻ യൂസ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ. സോ സിമിലർലി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ 1 നമ്മൾ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0. ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ട്രിവിയൽ. ഓക്കെ, അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സിയിൽ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. സപ്പോസ്
ഇൻറ്റ് മാക്സ് ഇസ് ഈക്വൽ ടു നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു എ ഗ്രേറ്റർ ദാൻ ബി, റൈറ്റ്. എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു എ കോളൻ ബി, വിച്ച് മീൻസ് സപ്പോസ് എന്റെ വാല്യൂ 10 ആണ്, ബിന്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി, ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എ എന്താണ് 10, അത് മാക്സിലോട്ട് അസൈൻ ആവും. ഇത് ഫാൾസ് ആവുകയാണെങ്കിൽ ബി എന്താണോ അത് 5ലോട്ട് അസൈൻ ആവും, സോറി മാക്സിലോട്ട് അസൈൻ ആവും. സോ ഇതെന്താണ്, ഇതിന് നമ്മൾ ടെർണറി ഓപ്പറേറ്ററും കൂടെ പറയാറുണ്ട്. ഇതിന് നമ്മൾ ബേസിക്കലി കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ വെരിലോഗിലും എന്തുണ്ട്, ഇതേ ഓപ്പറേഷൻ ഉണ്ട്, റൈറ്റ്. സോ എന്താണ് ചെയ്യുന്നത്, that can be used to provide a more intuitive approach to modeling logical statements. Alright, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കാണിക്കാൻ ഇതിനകത്തും പറ്റും എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ സി, അതിൻ്റെ സിൻടാക്സ് എങ്ങനെ ആയിരിക്കും, ടാർഗറ്റ് നെറ്റ്. ഇവിടെ ടാർഗറ്റ് എന്തായിരുന്നു, ഇത് സി പ്രോഗ്രാമിംഗ് കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ സി പ്രോഗ്രാമിംഗ് ആണ്. ടാർഗറ്റ് ഇവിടെ എന്തായിരുന്നു, മാക്സ് ആയിരുന്നു. അതുപോലെ ഇവിടെ എന്തുണ്ട്, ഒരു ടാർഗറ്റ് നെറ്റ് ഉണ്ട്, നെറ്റ് ഡേറ്റ ടൈപ്പിലുള്ള ഒരു അസൈൻമെന്റ് ഉണ്ട്. അതുപോലെ ബൂലിയൻ, ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ട്രൂ ആയിട്ടുള്ള അസൈൻമെന്റ് നെറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള അസൈൻമെന്റ് ഈ ടാർഗറ്റ് നെറ്റിലോട്ട് പോകും. ഓക്കെ, സോ ദിസ് ഓപ്പറേറ്റർ സ്പെസിഫൈസ് എ ബൂലിയൻ കണ്ടീഷൻ ഇൻ വിച്ച് ഇഫ് ഇവാലുവേറ്റഡ്, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇഫ് ഇവാലുവേറ്റഡ് ടു ദ ട്രൂ അസൈൻമെന്റ് വിൽ ബി അസൈൻ ടു ദി ടാർഗറ്റ്, അല്ലെങ്കിൽ ഫാൾസ് അസൈൻമെന്റ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്. ഇഫ് ദി ബൂലിയൻ കണ്ടീഷൻ ഇസ് ഇവാലുവേറ്റഡ് ഫാൾസ്, ദി ഫാൾസ് അസൈൻമെന്റ് ഓപ്പറേഷൻ portion of the operator will be assigned to the target. Example നോക്കിക്കേ, we can see f is equal to a equal to 1, right. ഈ 1 എന്ന് പറയുമ്പോൾ c 1 അല്ല, you can see 1 backtick b 0. ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും 1 ബിറ്റ് ഉള്ളത് ആൻഡ് ബൈനറി വാല്യൂ 0. I repeat again, 1 ബിറ്റ്, ഇവിടെ ഞാൻ 2 എന്ന് പറയുവാണെങ്കിൽ 2 ബിറ്റ്സ് ആവും. ഓക്കെ, സോ ഇവിടെ എന്താണ്, 1 ബിറ്റ് ആണ്, ബൈനറി വാല്യൂ 0. ഓക്കെ, സോ എ ഈക്വൽ ടു 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, യു ക്യാൻ സി അഗെയിൻ 1, റൈറ്റ്. 1 ഇത് ബിറ്റ് ആണ്, ബൈനറി വാല്യൂ 1 അസൈൻ ചെയ്ത് കൊടുക്കണം. അഗെയിൻ 1 ബിറ്റ്, ബൈനറി വാല്യൂ 0. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ 1 എഫിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് തെറ്റാണ് വരുന്നതെങ്കിൽ, എ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ ബി ആയിരിക്കും എഫിലോട്ട് അസൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഇഫ് എ ഈക്വൽ ടു 0 ദെൻ എഫ് ഈസ് ഈക്വൽ ടു 1. എ ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ എഫ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇതെന്തായിരിക്കും, ഒരു ഇൻവേർട്ടർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇൻവേർട്ടർ ഓപ്പറേറ്റർ, അതാണ് നമ്മുടെ താഴെ മെൻഷൻ ചെയ്ത് പറയുന്നത്. ഇഫ് എ is 0, എഫ് ഈസ് ഈക്വൽ ടു 1, അതർവൈസ് എഫ് ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്, ഇറ്റ്സ് ആൻ ഇൻവേർട്ടർ. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ. കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ എന്താണ് പറയുന്നത്, യു ക്യാൻ സി, നമ്മൾ യൂസ് ടു കോൺകാറ്റനേറ്റ് മൾട്ടിപ്പിൾ സിഗ്നൽസ്. കോൺകാറ്റനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്സിനൊക്കെ നമ്മൾ കോൺകാറ്റ് ചെയ്യത്തില്ലേ, HEL, അടുത്ത സ്ട്രിങ് O ആണ്. ഇത് രണ്ടും കോൺകാറ്റനേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, HEL. സപ്പോസ് ഇത് LO ആണെങ്കിൽ LLO, ഹലോ, റൈറ്റ്. സോ കോൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക. So the target of this operation must be the same size of the sum of the size of the input argument. ഇതെന്താ നമുക്ക് നോക്കാം. സപ്പോസ് ബസ് 1 എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അതിന്റെ MSB ഇൻഡെക്സ് എന്താണ്, 7 ആണ്. LSB ഇൻഡെക്സ് എന്താണ്, 0 ആണ്. ദാറ്റ് മീൻസ് 8 ബിറ്റ് ആണ് ബസ് 1ന്റെ വെക്ടറിന്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബസ് 2ഉം ബസ് 3യും കോൺകാറ്റിനേറ്റ് ചെയ്യണം, റൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ടത്, ബസ് 2ന്റെ, സപ്പോസ് ബസ് 2ന്റെ വെക്ടർ ഇങ്ങനെയാണ്, right. So again 7 6 5 4 3 and so 0 വരെ ഉണ്ട്. ബസ് 3ന്റെയും അതുപോലെ this is ബസ് 2 എന്ന് വിചാരിക്കുക, ബസ് 2 ആൻഡ് ബസ് 3 ഇതാണ്. ബസ് 3ൽ എന്താണ്, അഗൈൻ 7 6 5 4 then ഇവിടെ 3 2 1 and 0. സോ എന്താ പറയുന്നത്, ബസ് 2ന്റെ അപ്പർ, റൈറ്റ്, ബസ് 2ന്റെ അപ്പർ 4 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 7 to 4 ആണ് അപ്പർ ബിറ്റ്സ്, റൈറ്റ്, 4 ബിറ്റ്സ്. ആൻഡ് ലോവർ ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 to 0. സോ ബസ് 2ന്റെ അപ്പർ ബിറ്റ്സും ബസ് 3ന്റെ ലോവർ ബിറ്റ്സും കൂടെ എന്ത് ചെയ്യണം, കോൺകാറ്റിനേറ്റ് ചെയ്യണം.
റൈറ്റ്. സോ ബസ് 2ന്റെ അപ്പർ ബിറ്റ്സിലുള്ള 4 ബിറ്റും ബസ് 3ന്റെ ലോവർ ബിറ്റ് എന്ന് പറയുമ്പോൾ 3 to 0 4 ബിറ്റ്സിനും കൂടെ കോൺകാറ്റിനേറ്റ് ചേർത്ത് വെച്ച് നമ്മൾ എവിടെ ഫിക്സ് ചെയ്ത് നമ്മൾ എവിടെ അസൈൻ ചെയ്യും? ബസ് 1ലോട്ട്. അപ്പോൾ അവരെന്താ പറയുന്നത്? ഇൻ ദി പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സെയിം സൈസ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 4 ബിറ്റും നമ്മൾ എടുക്കുവാണെങ്കിൽ അപ്പോൾ 8 ബിറ്റ്സ് ആയി. അപ്പോൾ 8 ബിറ്റ്സിനുള്ള സൈസ് ആയിരിക്കണം ബസ് 1 ഉണ്ടാവേണ്ടതെന്നാണ് അവർ പറയുന്നത്. റൈറ്റ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നമുക്ക് അടുത്ത സിനാരിയോയിൽ ബസ് സി ഈസ് ഈക്വൽ ടു ബസ് എ കോമ ബസ് ബി എന്ന് പറയുവാണെങ്കിൽ if bus A and bus B are 4 bits, then bus C must be 8 bits. ഇത് 4 bits ആണെങ്കിൽ മാത്രം ഇതെന്തായിരിക്കും? 8 bits ആയിരിക്കും. അങ്ങനെ നമുക്ക് ബസ് എയും ബസ് ബിയും കോൺകാറ്റിനേറ്റ് ചെയ്ത് ബസ് സിയിലോട്ട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. സിമിലർലി ബസ് സി നോക്കിക്കേ 70, ഇതെന്താണ്? 4 ബിറ്റ്സ്. അഗൈൻ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? 4 ബിറ്റ്സ് ബൈനറി 000 അതിന്റെ വാല്യൂ ആണ്. അതും ബസ് എ. ഇപ്പൊ ബസ് എയിൽ 4 ബിറ്റ് വാല്യൂ ഉണ്ടാവും. റൈറ്റ്. So this pads 4-bit vector bus A with 4x leading 0. So നമ്മൾ എന്താ ചെയ്യുന്നത്? ബസ് എയിലെ ഇങ്ങനെ ഇരിക്കും ബസ് എ. റൈറ്റ്. ബസ് എയിൽ എന്തുണ്ട്? 7 to 0 ഇതാണ് ഇൻഡെക്സ് എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ബസ് എയിൽ 4 ബിറ്റ്സ് മാത്രമേ ഫിൽഡ് ആയിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇത് 4 zeros ഇവിടെ ആഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. this pads the 4-bit vector bus A with 4x leading zeros and എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ 0 പാഡ് ചെയ്തതിനു ശേഷം ഈ മൊത്തം വാല്യൂ ബസ് സിയിലോട്ട് അസൈൻ ചെയ്യും. ഓൾറൈറ്റ്. ഐ വിൽ റിപ്പീറ്റ് അഗൈൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്താണ് പറയുന്നത്? ബസ് സിയിൽ എന്തുണ്ട്? സപ്പോസ് ബസ് സിയിലാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത്. റൈറ്റ്. 7 to 0 വരെ നമുക്ക് എന്താ ബസ് എയിൽ ചെയ്യേണ്ടത്? ബസ് എയിൽ 4 ബിറ്റ്സ് ഫിൽഡ് ആണ്. ഏതൊക്കെ? 3 to 0 വരെയും ഫിൽഡ് ആണ്. 4 ബൈനറി സീറോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 4 zeros-നെ എന്ത് ചെയ്യണം? പാഡ് ചെയ്യണം. എവിടെ പാഡ് ചെയ്യണം? ഇവിടെ പാഡ് ചെയ്യണം. ലീഡിങ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും MSB വരെയും പോകുന്ന പാർട്ടിനാണ് ലീഡിങ് പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ 0 0 0. ആൻഡ് ഇവിടെ വേറെ എന്തോ ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ബസ് സിയിലോട്ട് അസൈൻ ചെയ്യും. അതാണ് മെയിൻ ചെയ്തത്. ഓൾറൈറ്റ്. സോ ഇതാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. നൗ നെക്സ്റ്റ് വൺ, റിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. റിപ്ലിക്കേഷൻ നമുക്കറിയാം എന്താ വേർഡ് മീനിങ് എന്താണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. So Verilog provides the ability to concatenate a vector with itself through the replication operator. All right. So suppose നമുക്ക് വയർ C is equal to 1010 സംതിങ് ഉണ്ടെങ്കിൽ റിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഇതിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. സോ ദിസ് ഓപ്പറേറ്റർ യൂസസ് ഡബിൾ കർലി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻറ്റീജർ ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് റിപ്ലിക്കേഷൻസ് ടു ബി പെർഫോംഡ്. എത്ര തവണ നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യും ആ നമ്പറും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു can ബസ് എക്സ് ഈസ് ഈക്വൽ ടു 4 ബസ് 1 എന്ന് പറയുമ്പോൾ ബസ് 1ലുള്ള ഡേറ്റ 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യണം. ലൈക്ക് ദിസ് ബസ് 1 ബസ് 1 ബസ് 1 ബസ് 1. സോ 4 ടൈംസ് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ബസ് എക്സിലോട്ട് നമ്മൾ അസൈൻ ചെയ്യും. അതുപോലെ തന്നെ ബസ് വൈ എന്ന് പറയുമ്പോൾ 2AB എന്ന് പറയുമ്പോഴത്തേക്കും എ ബി റിപ്പീറ്റഡ് 2 ടൈംസ്. അത് നമ്മൾ എന്ത് ചെയ്യും? ബസ് വൈയിലോട്ട് അസൈൻ ചെയ്യും. ബസ് Z ഈസ് ഈക്വൽ ടു ബസ് 1, 2 ബസ് 2 എന്ന് പറയുമ്പോൾ ബസ് 1 then 2 ടൈംസ് ബസ് 2. അതിന് നമ്മൾ എന്ത് ചെയ്യും? കോൺകാറ്റിനേറ്റ് ചെയ്യും ബസ് എക്സിലോട്ട് നമ്മൾ. സോ ഇങ്ങനെ ഡബിൾ ബ്രാക്കറ്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനെ നമുക്ക് ഇവിടെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. നൗ ന്യൂമറിക്കൽ ഓപ്പറേറ്റേഴ്സ് വെരി ട്രിവിയൽ. നമുക്കറിയാം, ഇത് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്തായിരിക്കും? You can see addition operation, subtraction operation, 2's complement, multiplication, division, modulus, right? പിന്നെന്താണ്? റേസ് ടു ദി പവർ, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, റൈറ്റ്. ഇതെല്ലാം എന്താണ്? ന്യൂമറിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യം എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 2's കോംപ്ലിമെന്റ് എടുക്കുക ആൻഡ് ഓൾ ദോസ് തിങ്സ്, റൈറ്റ്. ഇതാണ് വെരിലോഗ് ഓപ്പറേറ്റേഴ്സ്. സോ ഇവിടെ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് തീരുവാണ്. അതിനുശേഷം നമ്മൾ ഇനി ഇതിൻ്റെ സിമുലേഷനും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.